നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകി വന്നിരുന്ന ഇളവുകൾ എല്ലാം തന്നെ അവസാനിപ്പിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇതേ തുടർന്ന് ഒമാനിൽ തൊഴിൽ സന്ദർശക വിസകൾ പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ ഇളവുകൾ അവസാനിക്കുകയുണ്ടായി. ജൂലൈ 15 ബുധനാഴ്ചയാണ് ഇങ്ങനെ ഇളവുകൾ അവസാനിച്ചിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ തൊഴിൽ വിസകളും സന്ദർശക വിസകളും എത്രയും വേഗം പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പിഴ ഈടാക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് ഡയറക്ടറേറ്റ് ജനറൽ വക്താവ് അറിയിക്കുകയുണ്ടായി. പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ജൂലൈ 1 മുതൽ ഒമാൻ പോലീസിന്റെ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. റെസിഡന്റ് വിസ പുതുക്കുന്നതിന് സേവന കേന്ദ്രത്തിലെത്തണമെന്നും ഓൺലൈൻ വഴി ഇതിന് കഴിയില്ലെന്നും ROP വക്താവ് വ്യക്തമാക്കി. റെസിഡന്റ് കാർഡ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് വിദേശ തൊഴിലാളിയോ കുടുംബാംഗങ്ങളോ സേവന കേന്ദ്രത്തിൽ എത്തേണ്ടതുമില്ല. വിരലടയാളങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനി PROയ്ക്ക് സേവന കേന്ദ്രത്തിലെത്തി നടപടികൾ പൂർത്തീകരിക്കാനും റെസിഡന്റ് കാർഡുകൾ പുതുക്കാനും സാധിക്കുന്നതായിരിക്കും. കാലാവധി കഴിഞ്ഞ സന്ദർശക വിസകൾ ഓൺലൈൻ വഴി തന്നെ പുതുക്കുകയും ചെയ്യും. അതേസമയം UAEയിൽ മാർച്ച് 1 ശേഷം വിസിറ്റ് വിസ കാലാവധി അവസാനിച്ചവർക്ക് പിഴയില്ലാതെ രാജ്യം വിട്ടു പോകാനോ വിസ പുതുക്കാനോ 1 മാസത്തെ കാലാവധി കൂടി അനുവദിച്ചു നൽകിയിട്ടുണ്ട്. 12 മുതൽ 1 മാസത്തേക്കാണ്, അതായത് ഓഗസ്റ്റ് 12 വരെയാണ് ഇങ്ങനെ സമയം അനുവദിച്ചിട്ടുള്ളത്. പിഴ വരാതിരിക്കണമെങ്കിൽ ഈ സമയത്തിനുള്ളിൽ രാജ്യം വിടുകയോ പുതിയ വിസ എടുക്കുകയോ ചെയ്യണം. ഓൺലൈൻ വഴി ഇങ്ങനെ വിസ ലഭിക്കില്ല. ട്രാവൽ ഏജന്റുമാർ മുഖേനയോ ടൈപ്പിംഗ് സെന്ററുകൾ വഴിയോ മാത്രം ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 3 മാസത്തേക്ക് വിസ പുതുക്കാവുന്നതാണ്. 1700 ദിർഹമാണ് 1 മാസത്തെ വിസയ്ക്ക് ചാർജ്. 3 മാസത്തേക്ക് 2200 ദിർഹമായിരിക്കും. രാജ്യം വിടാതെ വിസ പുതുക്കുന്നതിനുള്ള തുകയായി 670 ദിർഹവും ചേർത്താണിത് ചെയ്യുന്നത്. താമസ വിസ ക്വാറന്റൈനിലാക്കിയവർക്കും ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുകയോ പുതിയ സ്പോൺസറെ കണ്ടെത്തുകയോ ചെയ്താൽ ടൂറിസ്റ്റ് വിസ താമസ വിസയാക്കി മാറ്റാവുന്നതാണ്. കാലാവധി കഴിഞ്ഞും തങ്ങുന്നവർക്ക് പ്രതിദിനം 100 ദിർഹമാണ് പിഴ ഈടാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.